നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന ഒരാൾ, നമുക്കറിയാം, പുതുപ്പള്ളിയിൽ നിന്ന് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ, അതായത് ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി, അതായത് ഉമ്മൻചാണ്ടിയേക്കാൾ ഭൂരിപക്ഷത്തോടു കൂടി ആദ്യമായി നിയമസഭയിലേക്ക് എത്തിയ ഒരു നേതാവാണ് ചാണ്ടി ഉമ്മൻ. അതിനുശേഷം 2026 ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ, കേരളത്തിലേക്ക് കോൺഗ്രസ് കിട്ടിയതിൽ വെച്ച് ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിൽ പുതുപ്പള്ളി എന്ന് പറയുന്ന മണ്ഡലത്തെ തൻ്റെ വരുതിയിൽ നിർത്താൻ കഴിഞ്ഞ ഒരു യുവ നേതാവാണ് ചാണ്ടി ഉമ്മൻ എന്നുള്ള കാര്യത്തിൽ ഒരാൾക്കും, ഇടതുപക്ഷക്കാർക്ക് പോലും ഒരു സംശയം പോലുമില്ല. എന്നിരുന്നിട്ട് കൂടി ഇത്തവണ മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ചാണ്ടി ഉമ്മൻ പുറത്തേക്ക് തെറിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് ഇതുവരെ കോൺഗ്രസ്സുകാർക്കിടയിൽ നിന്ന് പോലും ഒരു വ്യക്തത വന്നിട്ടില്ല. അതേസമയം ഓർത്തഡോക്സ് സഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിക്കുമ്പോൾ ആ ഓർത്തഡോക്സ് സഭയിൽപ്പെട്ട എല്ലാവർക്കും ചാണ്ടി ഉമ്മനെ മന്ത്രിയാക്കാത്തതിലുള്ള അമർഷവും അതോടൊപ്പം വിയോജിപ്പും അവിടുത്തെ മെത്രാന്മാരടക്കം അല്ലെങ്കിൽ പുരോഹിതന്മാരടക്കം അവിടുത്തെ സഭാ മേലധ്യക്ഷന്മാരടക്കം വ്യക്തമാക്കിയിട്ടുണ്ട് അവരുടെ വിയോജിപ്പിനെ കുറിച്ച്. അപ്പോൾ അതായത് ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന ഒരു നേതാവ് മന്ത്രിയായി കാണാൻ അവിടെ പുതുപ്പള്ളിയിലുള്ള എല്ലാവരും സഭാ മേലധ്യക്ഷന്മാരടക്കം ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ പുതുപ്പള്ളിയിലെ ജനങ്ങളും അതോടൊപ്പം തന്നെ മേലധ്യക്ഷന്മാരും മാത്രമാണോ ചാണ്ടി ഉമ്മൻ്റെ മന്ത്രിസ്ഥാനത്തെ ആഗ്രഹിച്ചിരുന്നത്? തീർച്ചയായും അല്ല എന്ന് പറയേണ്ടി വരും. അതിലേറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് ചാണ്ടി ഉമ്മൻ തന്നെയായിരുന്നു. സ്വാഭാവികമാണ്. അതിലാർക്കും ചാണ്ടി ഉമ്മനെ കുറ്റം പറയാനേ കഴിയില്ല. താൻ ഇത്തവണ മന്ത്രിയാകും എന്ന് ചാണ്ടി ഉമ്മൻ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. അങ്ങനെ തനിക്ക് മന്ത്രിയാകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മണ്ണൊരുക്കൽ വിദ്യകളും ചാണ്ടി ഉമ്മൻ നടത്തിയിരുന്നു പുതുപ്പള്ളിയിൽ. നമുക്കറിയാം, ഇച്ചിരി വില കൂടിയതാണെങ്കിൽ പോലും സൈക്കിളിലാണ് ചാണ്ടി ഉമ്മൻ തൻ്റെ ആൾക്കാരെ കാണാനായി, അതായത് തൻ്റെ വോട്ടേഴ്സിനെ കാണാനായി ചാണ്ടി ഉമ്മൻ എത്തിയത്. പഞ്ചറാകാത്ത സൈക്കിളും ചവിട്ടിക്കൊണ്ട് എല്ലായിടത്തും ചെല്ലുമ്പോൾ സ്വാഭാവികമായൊരു വികാരം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു, ഞങ്ങളുടെ ആള് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഫ്ലെക്സ് ബോർഡുകളും ഈ പറയുന്ന നോട്ടീസുകളും പിന്നെ വാഹന പ്രചരണ ജാഥകളും ഒന്നുമില്ലാതെ അതിൻ്റെ പണം ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ വഴി സാധാരണക്കാർക്ക് വീട് വെച്ച് കൊടുക്കാൻ ഉപകരിച്ചതിലൂടെ ചാണ്ടി ഉമ്മൻ വീണ്ടും ജനകീയ മുഖമായി മാറുകയാണ്. ഇന്നത്തെ ചില പിള്ളേർ ചെയ്യുന്ന പോലെ റീലെടുത്ത് കളിക്കാൻ നിന്നില്ല ചാണ്ടി ഉമ്മൻ. അപ്പോൾ ജനങ്ങളുമായുള്ള ബന്ധം കൂടുതൽ വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു ചാണ്ടി ഉമ്മൻ ലക്ഷ്യം വെച്ചത്. ആ ലക്ഷ്യത്തിലേക്ക് അദ്ദേഹം എത്തുകയും ചെയ്തു. ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ആ പുതുപ്പള്ളിയുടെ ജനനായകൻ എന്ന് പറയുന്ന ഒരു പ്രശസ്തിയിലേക്ക് എത്തിപ്പെടാനും ചാണ്ടി ഉമ്മന് സാധിച്ചു. അത് വെറുതെ ചാണ്ടി ഉമ്മൻ കളിച്ച കളിയല്ല. കാരണം ഈ പറയുന്ന ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ ഗെയിമുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന KPCC അധ്യക്ഷന് വേണ്ടി ചാണ്ടി ഉമ്മൻ്റെ ഗ്രൂപ്പ്, അല്ലെങ്കിൽ ചാണ്ടി ഉമ്മന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുകയും പോസ്റ്റർ ഒട്ടിക്കുകയും ചെയ്യുന്ന ആളുകളെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നൊരു കാര്യമുണ്ട്, ഇത് ഉമ്മൻചാണ്ടിയുടെ മകൻ തന്നെയാണ് എന്ന്. ഉമ്മൻചാണ്ടിയുടെ മകൻ തന്നെയാണെന്ന് അങ്ങനെ ഒരു സംശയം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉറപ്പ്, അല്ലെങ്കിൽ എല്ലാവരും ഉറച്ച് വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തി കരുണാകരനെ താഴെ ഇറക്കാൻ വേണ്ടി കേരളത്തിൽ നടത്തിയിട്ടുള്ള, അതായത് AK ആൻ്റണിയും ഉമ്മൻചാണ്ടിയും കൂടെ നടത്തിയിട്ടുള്ള കളികൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിനുവേണ്ടി ഒരു പത്രത്തെ അടക്കം കൂട്ടുപിടിച്ചുകൊണ്ട് കള്ളക്കഥകൾ പ്രചരിപ്പിച്ചതും നമ്മുടെ മുന്നിലുണ്ട്. നമ്പി നാരായണനെ പോലെ ഒരു എഫിഷ്യൻ്റായ ഒരു സയൻറ്റിസ്റ്റ് ഏറെക്കാലം ജയിലഴിക്കുള്ളിൽ കിടന്നതിൻ്റെ ചരിത്രവും നമ്മുടെ മുന്നിലുണ്ട്. ആർക്ക് വേണ്ടിയായിരുന്നു അത്തരത്തിലുള്ള ത്യാഗോജ്വലമായ ജീവിതം അദ്ദേഹത്തിന് നയിക്കേണ്ടി വന്നത്? തീർച്ചയായും കരുണാകരൻ എന്ന് പറയുന്ന ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇറക്കി വിടുക, ചാരക്കേസ് പൊട്ടി വീണു, മറിയ റഷീദെ അടക്കമുള്ള വനിതകളുമായി അനാവശ്യമായ ബന്ധങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇവിടുത്തെ പുതിയ രഹസ്യങ്ങളൊക്കെ ചോർന്നു പോകുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വലിയ വാർത്തകളായിരുന്നു പിന്നീട് കേരളത്തെ ഞെട്ടിത്തെരിപ്പിച്ചത്. ഒടുവിൽ ആ വാർത്തകൾക്ക് പിന്നാലെ കരുണാകരൻ എന്ന് പറയുന്ന നേതാവിന് ഇറങ്ങിപ്പോകേണ്ടി വന്നു രാജിവെച്ച്. പിന്നീട് അതോടുകൂടി കരുണാകരൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതെയായി. കരുണാകരൻ വിതുമ്പിക്കൊണ്ട് പലപ്പോഴും പറഞ്ഞിട്ട് എല്ലാവരും അനുഭവിക്കും, ഇതിന് തനിക്ക് തന്നെ ചെയ്തു കൂട്ടിയതിനെല്ലാം എല്ലാവരും അനുഭവിക്കുമെന്നൊരു ഘട്ടത്തിൽ കരുണാകരന് തന്നെ പറയേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ എതിരാളിയായിരുന്ന കരുണാകരനെയും ആ കരുണാകരൻ പുലർത്തിപ്പോകുന്ന മക്കൾ സ്നേഹത്തെയും തല്ലിക്കെടുത്താൻ വേണ്ടി കേരളത്തിൽ നടത്തിയ ചില കളികളുടെ പിന്നിൽ പ്രവർത്തിച്ചത് ഉമ്മൻചാണ്ടിയാണെന്നുള്ള കാര്യം ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം. അപ്പോഴാണ് ചാണ്ടി ഉമ്മൻ ഈ രീതിയിലുള്ള നീക്കങ്ങളുമായി രംഗത്തേക്ക് എത്തുന്നത്. ഇനി ഇതിനെ ചാണ്ടി ഉമ്മനെ ഈ പറയുന്ന പോലെ ഈ സമരങ്ങളിലും അതോടൊപ്പം തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭ പരിപാടികളിലും പോസ്റ്റർ ഒട്ടിക്കുന്നതിനകത്തുമൊക്കെ ചാണ്ടി ഉമ്മന് പങ്കില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് വിശ്വസിക്കാൻ കഴിയുമോ? നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അദ്ദേഹം പോസ്റ്റർ ഒട്ടിച്ചിട്ടില്ല,
ഫ്ലെക്സ് ബോർഡുകൾ വെച്ചിട്ടില്ല, അദ്ദേഹം ഈ പറയുന്ന പോലെ വാഹന പ്രകടന ജാഥ നയിച്ചിട്ടില്ല. പക്ഷേ ഒരു ജനനായകൻ എന്നുള്ള നിലയിൽ എന്തിനാണ് ഇപ്പോൾ മന്ത്രിമാരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഇനി എന്തിനാണ്? അപ്പോഴാണ് നമ്മൾ ആ പോസ്റ്ററിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ചാണ്ടി ഉമ്മനെ മന്ത്രിയാക്കാൻ വേണ്ടിയിട്ടുള്ള പോസ്റ്ററല്ല, മറിച്ച് KPCCയെ നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത്. നമുക്കറിയാം, ബെന്നി ബെഹനാൻ അടക്കമുള്ള നേതാക്കന്മാർ ഈ പറയുന്ന KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുക. കാര്യം എന്താ? അതൊരു ക്രിസ്ത്യാനിക്കുള്ളതാണ് ആ പോസ്റ്റ്. കൊടിക്കുന്നിൽ സുരേഷ് ആഞ്ഞ് ശ്രമിച്ചിട്ടും കൊടിക്കുന്നിൽ സുരേഷ് തൻ്റെ കഴിവിനെക്കുറിച്ച് മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുന്ന അവിടുത്തെ ഒരു ചെവികേക്കാ ഭൂതത്തിനോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലും അതൊന്നും ആരും ചെവിക്കൊള്ളില്ല. അപ്പോൾ അങ്ങനെ പിന്നെ ഈ പറയുന്ന കൊടിക്കുന്നിൽ സുരേഷിനെ ചെവിക്ക് പിടിച്ച് പുറത്ത് കളയും, സ്വാഭാവികം. കാര്യം എന്താ? കൊടിക്കുന്നിൽ സുരേഷ് പിന്നോക്കക്കാരനാണെങ്കിൽ തന്നെയും സഭാവിശ്വാസി അല്ലാത്തതുകൊണ്ടായിരിക്കാം. ആൻ്റോ ആന്റണി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപറ്റം ആളുകൾ ആ അധ്യക്ഷ സ്ഥാനത്തിന് വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഇവിടെ ഒരു കൂട്ടം ആളുകൾ ചേർന്നുകൊണ്ട് ഈ ചാണ്ടി ഉമ്മനിലേക്ക് അത് എത്തിക്കണമെന്ന് പറയുന്ന ഒരു ആവശ്യം ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് വരുന്നത്. പോസ്റ്ററുകൾ തലസ്ഥാന നഗരിയിൽ പോസ്റ്റർ ഒട്ടിച്ചു, KPCCയെ അങ്ങ് നയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റർ ഒട്ടിച്ചു. അപ്പോൾ ഇത് പോസ്റ്റർ ഒട്ടിക്കൽ കോൺഗ്രസിൻ്റെ പതിവ് രീതിയാണ്. അപ്പോൾ ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ പോസ്റ്റ് ചെയ്തേ പറ്റൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസിൻ്റെ AICC എന്ന് പറയുന്ന നേതൃത്വം എത്തിപ്പെടും. ഇവിടെ നമ്മൾ നോക്കിയാൽ കൃത്യമായി പറഞ്ഞാൽ ഇവിടെ പിന്നെ ചാണ്ടി ഉമ്മന് ഇതിൽ വളരെ നിഷ്പക്ഷനായി നിൽക്കുന്ന ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന ഒരു നേതാവ് അത്ര എന്താ പറയുക, വളരെ നിഷ്കളങ്കനായി നിൽക്കുന്ന ഒരാളാണ് എന്ന് നമുക്കൊരിക്കലും അവകാശപ്പെടാൻ കഴിയില്ല ഈ ഒരു നീക്കത്തിൽ. ഇനിയും നമ്മുടെ KC വേണുഗോപാൽ ആകട്ടെ AICCയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത് സ്വപ്നം കണ്ടുകൊണ്ടാണ് ഈ പറയുന്ന ഈ മുഖ്യമന്ത്രി സ്ഥാനം ത്യജിച്ചത് എന്ന് പറയേണ്ടി വരും. VD സതീശന് ദാനമായി നൽകിയത് എന്ന് കൂടി പറയാം. അപ്പോൾ അങ്ങനെ KC വേണുഗോപാൽ ഡൽഹിയിലേക്ക് പോയി AICCയുടെ തലപ്പത്തേക്ക് വരുന്നു. ഇനി പിന്നെ ഈ പറയുന്ന KC വേണുഗോപാലിനെ KC വേണുഗോപാലൻ അല്ലെങ്കിൽ പിന്നെ KC വേണുഗോപാലും ഷാഫി പറമ്പിലൂടെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോയ A ഗ്രൂപ്പിൻ്റെ ശരിക്കും നേതാവാകേണ്ടിയിരിക്കുന്ന ഈ നമ്മുടെ ചാണ്ടി ഉമ്മനെ അവിടെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയോഗിക്കാൻ, കാര്യം സഭാവിശ്വാസിയാണ്, അവിടെ ഓർത്തഡോക്സ് സഭ അദ്ദേഹത്തിൻ്റെ പിന്നാലെയുണ്ട്. അപ്പം ആ ഒരു മധ്യ കേരളത്തിൽ എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള മധ്യ കേരളത്തിൽ നിന്നുള്ള വരവാണ് അദ്ദേഹത്തിൻ്റേത്. അപ്പം ഇങ്ങനെ എല്ലാ പോസിബിളായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ ഗുണഗണങ്ങളും ഒത്തിണങ്ങിയ ഒരാളാണ് ചാണ്ടി ഉമ്മൻ. അപ്പോൾ തീർച്ചയായിട്ടും ചാണ്ടി ഉമ്മന് നറുക്ക് വീഴാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഷാഫി പറമ്പിൽ ഈ പറയുന്ന A ഗ്രൂപ്പിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോയിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ശരിക്കും യോഗ്യനായി നിൽക്കേണ്ട ഒരാൾ ചാണ്ടി ഉമ്മൻ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ KC വേണുഗോപാലിനും സംശയം ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ സ്വാഭാവികമെന്നോണം അതിനുവേണ്ടി തന്നെ കാര്യമായ ഒരു പിടി ഇവിടെ ചാണ്ടി ഉമ്മൻ നടത്തും. അല്ലെങ്കിൽ ചാണ്ടി ഉമ്മനോടൊപ്പം നിൽക്കുന്ന ജനകീയൻ എന്ന് പറയുന്ന പേര് നേടി നിൽക്കുന്ന ചാണ്ടി ഉമ്മനോടൊപ്പം നിൽക്കുന്ന ഒരുപറ്റം ആളുകളുണ്ട്, ഒരുപറ്റം വോട്ടർമാരുണ്ട്. ഈ വോട്ടർമാരെല്ലാവരും തന്നെ ചാണ്ടി ഉമ്മന് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കാനും ഫ്ലെക്സ് എടുത്ത് വയ്ക്കാനും ഇനിയും വേണ്ടി വന്നാൽ ഈ പറയുന്ന നേതാക്കന്മാരുടെയൊക്കെ പോസ്റ്റർ കീറി തുപ്പിവെക്കാനും കഴിവുള്ള ഒരുപറ്റം ആളുകൾ ചാണ്ടി ഉമ്മനും വളർത്തിക്കൊണ്ട് വരുന്നുണ്ട്. അതിൻ്റെ ചലനങ്ങളാണ് നമ്മളിപ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആരംഭ ചലനങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. ഇനി അതിൻ്റെ ഒരു തുടർ ചലനങ്ങളിലേക്ക് പോകുമ്പോൾ കേരളത്തിലെ ഒരു ഭരണ സംവിധാനത്തിന് അല്ലെങ്കിൽ ആ ഭരിക്കുന്ന പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുന്ന ചില അസ്വാരസ്യങ്ങൾ കൂടി പുറത്തേക്ക് വരുമോ, അത് നമ്മുടെ ഭരണത്തെ ഏത് രീതിയിൽ പ്രതിസന്ധിയിലേക്കാക്കും എന്നുള്ള ഒരു സ്വാഭാവികമായ സംശയവും നമ്മുടെ എല്ലാം ഉള്ളിൽ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.